എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഒരു പാലപ്പവും കൂടെ നല്ല ഒരു അടിപൊളി ടേസ്റ്റുള്ള പൊട്ടറ്റോ കറിയുമാണ് ഇന്ന് നമ്മുടെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഒരു ഗ്ലാസ് ദോശയരി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് കുതിരാനായിട്ട് ഒരു 5 മണിക്കൂറോളം വെള്ളം ഒഴിച്ച് അടച്ച് മാറ്റി വയ്ക്കാം. 5 മണിക്കൂർ കഴിഞ്ഞു. അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ ബിഗിനേഴ്സിനാണെങ്കിൽ പോലും ഈ വീഡിയോ കണ്ടാൽ ഇതുപോലെ ഫോളോ ചെയ്താൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും അരിയും ഒരേ ലെവലിൽ നിന്നാൽ മതിയാവും. കൂടുതൽ വെള്ളം വേണമെന്നില്ല, അല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഇതിന് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുവിധം നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചില ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ചോറ്, 1 കപ്പ് ചോറ്, 1 കപ്പ് തിരകിയ തേങ്ങ, ആവശ്യമുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റിനായിട്ട് അല്പം 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല ഒട്ടും തരിയിൽ ഇപ്പോൾ തന്നെ പതഞ്ഞു വന്നിട്ടുണ്ട് മാവ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ ജാറിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാം. ഇതിന് നമ്മളൊന്നും ചേർക്കുന്നില്ല. ഈസ്റ്റ്, സോഡ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ചോറിന് പകരം അവൽ വേണമെങ്കിൽ ഇതേ അളവിൽ ചേർത്താൽ മതിയാവും. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 8 മണിക്കൂർ കുറയാതെ ഇത് പുളിക്കാനായിട്ട് വയ്ക്കും. ഞാനിത് ഓവർനൈറ്റ് അങ്ങ് വയ്ക്കുകയാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ. അപ്പോൾ അതിൻ്റെ കറി തയ്യാറാക്കണ്ടേ. ഗ്രീൻ പീസ്, പൊട്ടറ്റോ, ക്യാരറ്റ്, ഒരു സവാള, ഇത്രയും എടുത്താണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. കഷ്ണങ്ങളെല്ലാം നമുക്കിതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം പട്ടാണി മതിയായിരിക്കും. ഞാനിത് മേടിച്ച് പൊളിച്ചെടുത്ത ഫ്രഷായിട്ടുള്ള പട്ടാണിയാണ് എടുത്തിരിക്കുന്നത്. ഡ്രൈഡ് ആണെങ്കിൽ നമ്മളത് വേവിച്ച് വേറെ സെപ്പറേറ്റ് ഇതിൻ്റെ കൂടെ ചേർക്കണം. രണ്ട് പച്ചമുളക് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഏലക്ക, ഒരു 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, തീരെ കുറച്ച് മാത്രം നമുക്കിതിന് മസാല ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായി ഒന്ന് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഇത് കറി തയ്യാറാക്കാവുന്നേ ഉള്ളൂ. നമ്മളെല്ലാം കൂടെ കുക്കറിനകത്താണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഫ്രഷായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ചതച്ചെടുത്ത് ചേർത്താലും മതിയാവും. പച്ചവാസനയൊക്കെ മാറി വരണം അതിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കുക. ഇത് വഴറ്റുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും.
ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം മതിയാകും. ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മളങ്ങനെ വേവിക്കേണ്ട കാര്യമില്ല. ഒരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ കഷ്ണം ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കരിവേപ്പിലയും അല്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. രണ്ട് വിസിലിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഒരുപാട് നമ്മളങ്ങ് മാഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്കൊരല്പം സമയം ഇതൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ കഷ്ടിച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് ഒന്ന് തിളച്ചൊക്കെ വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 മുറി തേങ്ങയിൽ നിന്ന് എടുത്ത പാലാണ്. നല്ല പാൽ, അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് കിട്ടുന്നതാണെങ്കിൽ അതിൽ ഒരു പാക്കറ്റ് എടുത്ത് ചൂടുവെള്ളം ഒഴിച്ചത് തേങ്ങാപ്പാലുണ്ടാക്കി ചേർത്താലും മതിയാവും. ഇനി തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അല്പം കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പൊക്കെ നമുക്ക് പാകമാണെന്ന് നോക്കാം ലാസ്റ്റിൽ. കറി അങ്ങനെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി കടുക് വറുക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണ, അതിലേക്ക് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, കടുക്, കരിവേപ്പില, ഉണക്കമുളക് വേണമെങ്കിൽ അതും ചേർക്കാം. നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന പൊട്ടറ്റോ കറി ഇതുപോലെ തയ്യാറാക്കാം നമുക്ക്. പൂരിക്കും ചപ്പാത്തിക്കും അതുപോലെ തന്നെ അപ്പത്തിനും ഒക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റൊക്കെ പറയണം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ കണ്ടെന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. വെള്ളവും കറക്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ചോറ് ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇത് പിന്നെ കളർ കിട്ടാനായിട്ടാണ് ഞാൻ പച്ചരി ചോറ് ഇരുന്നത്, അതാണ് ഇതിനോട് ചേർത്തിരിക്കുന്നത്. അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനിയും മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഹോൾസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. സൈഡൊക്കെ ഉണ്ടല്ലോ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എടുത്തു മാറ്റാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം അപ്പമാക്കി തയ്യാറാക്കാം. അപ്പോൾ ഈസ്റ്ററിന് ഈ അതിൻ്റെ റെസിപ്പി നോക്കി ചെയ്തിട്ട് കമൻറ്റൊക്കെ ഇടണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.